നമസ്തേ. അഖിലഭുവനദീപം ഭക്തചിത്താബ്ജസൂരം സുരമുനിഗണസേവ്യം തത്വമസ്യാദിലക്ഷ്യം ഹരിഹരസുതമീശം താരക ബ്രഹ്മരൂപം ശബരിഗിരി നവസംഭാവയെ ഭൂതനാഥം. ഇന്ന് കേരളവിഷൻ്റെ പേരിൻ്റെ വിസ്മയം എന്ന ഈ പരിപാടിയുടെ 409 എപ്പിസോഡിലെത്തി നിൽക്കുന്ന ഈ മഹനീയ മുഹൂർത്തത്തിലേക്ക് കേരളവിഷൻ്റെ എല്ലാ പ്രേക്ഷകരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു KP വേണുഗോപാൽ ആചാരി. ഇന്നത്തെ ദിവസം 26/10/2016 എന്ന ദിവസത്തിൻ്റെ ബുധനാഴ്ച. ബുധൻ എന്നാണെങ്കിലും തന്നെ ഇന്ന് ശനി സാറ്റേണിൻ്റെ ദിവസമാണ്. ശനി എന്ന് കഴിഞ്ഞാൽ 26 എന്നാൽ 2 + 6 8 എന്നാണ് അർത്ഥം. 8ഉം 17ഉം എന്ന നമ്പറും ഡേറ്റും കൂടി ഇന്നത്തെ ദിവസത്തിൽ ജനിച്ചവർക്കൊക്കെ അനുകൂലമല്ലാത്ത ദിവസമാണ്. വളരെ കരുതലോട് കൂടിയിട്ട് അവരിരുന്നില്ലെങ്കിൽ അപകട സാധ്യത വരെ ഉണ്ട്. അവരുടെ വാഹനം ഓടിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്നാൽ ശനി എന്ന് പറഞ്ഞാൽ 8, 17, 26 എന്ന ദിവസങ്ങളിലൊക്കെ ജനിച്ചവർക്ക് കുറച്ചൊരു ഭേദം തോന്നിപ്പിക്കും. പക്ഷേ അത് ഉച്ച കഴിഞ്ഞ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം 8 മണി കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ ഭാവി, ഭാവി വർത്തമാനം ഇതിലൂടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും, പ്രത്യേകിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റുകൂടാതെ പറയാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യവ്യക്തത, കൃത്യബോധനം, പിഴയ്ക്കാത്ത പ്രവചനം പ്രദാനം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ന്യൂമറോളജി. നിങ്ങൾക്ക് വിളിക്കാം, ഡേറ്റ് ഓഫ് ബർത്ത് പറയുക. ഏറ്റവും ആദ്യത്തെ കോളറിനെ നമുക്ക് സഹൃദയം സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് കോളർ. ഹലോ ഹലോ ഹലോ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. പേര് രാജേഷ് TV. രാജേഷ് PV. TV ആണ് അല്ലേ? ടെലിവിഷൻ. ഓക്കെ, നന്നായി. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 30/10/76. എവിടുന്ന് വിളിക്കുന്നു? കണ്ണൂര്. രാജേഷ് നല്ല പേരാണ് കേട്ടോ. രാജേഷിൻ്റെ കൂടെ TV വരുമ്പോഴാണ് നല്ല നാമമായിട്ട് വരുന്നത്. അപ്പോൾ TV ആദ്യം ഉപയോഗിക്കാനായിട്ട് ശ്രമം നടത്തുക. ഇപ്പോഴുള്ളൊരു സമയം താങ്കൾക്ക് ഇന്ന് താങ്കൾ ജോലി ചെയ്യുന്നത് TV-യുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മമാണെങ്കിൽ വളരെ നല്ലതാണ്. അതായത് ഫോട്ടോഗ്രാഫി, ആർട്ട്, മീഡിയ, രചനാ വൈഭവങ്ങൾ, യൂണിഫോം അണിയുന്ന ജോലി, അതിൻ്റെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് അത് പഠിപ്പിക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. മാർക്കറ്റിംഗ് രീതിയും താങ്കൾക്ക് വളരെ നല്ലതായിട്ട് പറയുന്നുണ്ട്. 17 വയസ്സിന് ശേഷം വിദ്യാഭ്യാസം മുഴുമിപ്പിക്കണം എങ്കിൽ അത് സ്വന്തമായിട്ട് കരുത്തിനാൽ തന്നെ വേണമെന്നാണ് പറയുന്നത്. 23 വയസ്സ് വരെ വിദ്യ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ 40 വയസ്സാണ്. 41ലേക്ക് പ്രവേശിക്കുമ്പോൾ അടുത്ത കൊല്ലം 2017 എന്ന് പറഞ്ഞ വർഷം താങ്കൾക്ക് കുറച്ച് കൂടുതൽ ദോഷം തന്നെയുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ അകൽച്ച, പരിക്കേൽക്കുക, ജോലിയൊക്കെ നഷ്ടപ്പെടാനൊക്കെയുള്ള സാധ്യതയൊക്കെയുള്ള സമയം. വളരെ മനനം ചെയ്ത് മറ്റുള്ളവരോടൊക്കെ പ്രതികരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഇദ്ദേഹത്തിനുള്ളത് ഒന്ന് ഒഴിവാക്കി അടുത്ത കൊല്ലത്തിന് ഒന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ നല്ലതായിട്ട് വരും. അടുത്ത കൊല്ലം കഴിഞ്ഞാൽ പിന്നീട് 42ാമത്തെ വയസ്സ് മുതൽ വളരെ നല്ല കാലം ആണ് എന്ന് പറയുന്നു. സ്വന്തം ദേശത്തിൽ നിന്നും വിട്ടു നിന്നാണെങ്കിൽ വളരെ നല്ലത്. 3 ഭാഗ്യസംഖ്യ. മഞ്ഞ നിറം ഉപയോഗിക്കുക. എന്താ പറയാമെന്ന്? എന്താ പറയുന്നത്? എവിടെയാണ് ജോലി ചെയ്യണത്? ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്യാം, കല്ലിന്റെ പണിയാ, ചെങ്കല്ലി. എവിടെയാണ്? കണ്ണൂര് തന്നെയാണോ? കണ്ണൂർ തന്നെ. ബിസിനസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണോ? ശരിക്കും അതിനെ പറ്റിയുള്ള ഒരു റെപ്രസെന്റ് ചെയ്യുന്ന തൊഴിലാണോ? അത് കല്ല് ഖനനം ചെയ്ത് എടുക്കലാണ്. പാർട്ണർഷിപ്പായിട്ട് ചെയ്യുന്നതാണ്. ഫർണസായിട്ടാ? നമ്മൾ ഷെയർ ആയിട്ട് ചെയ്യുന്നതാണ്. കല്ല് ഖനനം ചെയ്ത് എടുക്കുന്നതാണ്. മിഷൻ വെച്ചിട്ട് ഖനനം ചെയ്ത് എടുക്കുന്നതാണ്. ഓക്കെ, കണ്ണൂര് തന്നെ അല്ലേ? കണ്ണൂർ തന്നെ. ചങ്ങതി ഇപ്പോഴത്തെ ഒരു സമയം മോശം തുടങ്ങാൻ പോണ നേരാണ്. ഇതിപ്പോൾ ഒക്ടോബർ മുതൽ തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ജോലിയൊക്കെ വിട്ടുപോകാനോ വരുമാന മാർഗ്ഗങ്ങൾ ഇല്ലാതെ ആവാനോ എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനൊക്കെ സാധ്യതയുള്ള സമയമായ കാരണം കൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം മാറണമെന്ന് രാജേഷ് TVക്ക് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് നീട്ടിവെച്ച് 2018ലേക്ക് മാറ്റാമെന്ന് വിചാരിക്കും. ഇപ്പോൾ എങ്ങനെ പോകുന്നു വണ്ടി, അതുപോലെ പോകട്ടെ എന്ന് തീരുമാനിക്കൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണോ രാജേഷ് TV ഇരിക്കുന്നത്? അല്ല, ഇപ്പോ ഇങ്ങനെ ശരാശരി അങ്ങനെ പോകുന്നുണ്ട് പണി.
ഓക്കെ, അങ്ങനെ പോട്ടെ. അതിൽ മാറ്റം ഉണ്ടാവണം, കുറച്ചും കൂടിയും എനർജി അല്ലെങ്കിൽ കൂടുതൽ വരുമാനത്തിനൊക്കെ ശ്രമം നടത്തുന്നത് 1 കൊല്ലം കഴിഞ്ഞിട്ട് മതി. ഓക്കെ, ഇതിൽ 2 പേര് കൂടിയിട്ട് 2 പേരല്ല 3 പേരുണ്ടോ ഈ സംഭവത്തിൽ? 3 പേരുണ്ട്. 3 പേരുണ്ടെങ്കിലാണ് നല്ല. 2 പേരെന്ന് എന്നോട് പറഞ്ഞു. 3 പേരാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. 3 പേരല്ലേ? ഓക്കെ, മഞ്ഞ നിറവും ചുവപ്പ് നിറവും ശനിയാഴ്ചകളിൽ കറുപ്പും ധരിക്കുക. പിന്നെ സാറേ പറയൂ. നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളായില്ലേ, അത് കല്യാണം ഞാൻ ആ ഒരു കാര്യം പറഞ്ഞില്ല. കാരണം അതൊരു യോഗക്കേട് കാണുന്നുണ്ട്. പേരിനകത്ത് ഒരു ദോഷമുള്ള കാരണം 34 വയസ്സോ അല്ലെങ്കിൽ 38 വയസ്സിലോ കല്യാണം കഴിച്ചാൽ അതുണ്ടാവുള്ളൂ. അതിന് മുൻപ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദോഷം ഉണ്ടാവും. ഇനി 1 കൊല്ലം കഴിഞ്ഞാൽ 2018 താങ്കൾക്ക് കുട്ടിയൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത്. ഞാൻ പറഞ്ഞത് കാര്യം അത് തന്നെയാണ്. 42 വയസ്സ് വരുമ്പോൾ അത് വരും. 2018 വിവാഹം കഴിഞ്ഞത് ഏത് കാലത്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? ഇയർ പറഞ്ഞാലും മതി. വിവാഹം കഴിഞ്ഞത് 32ാമത്തെ വയസ്സിൽ, 31 പൂർത്തിയായി 2 മാസം കഴിഞ്ഞ പോലെ. 32-ലാണ് അല്ലേ? 32 കെട്ടുന്നത് താങ്കളുടെ പേരിനകത്ത് വന്ന രാജേഷ് TV എന്നുള്ള പേരിനകത്ത് 32 എന്ന് പറഞ്ഞ സംഖ്യ, 5 എന്ന് പറഞ്ഞ സംഖ്യ ദോഷമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. എന്നാലും ഭാര്യയ്ക്ക് ജോലി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമെന്നൊക്കെ പറയുന്ന, വരുമാന മാർഗം, ജോലി എന്ന് പറഞ്ഞ ഗവൺമെൻറ് ജോലിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെയൊക്കെ ഉണ്ടാവണമെന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഭാര്യയ്ക്ക് നല്ല കാലമാണ് അടുത്ത കൊല്ലം എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മോശകാലത്തിന് അതൊരു പരിധിവരെ മറികടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദോഷം വരുന്നത് മാറുന്നത് താങ്കൾക്ക് 2018 മുതൽ ഉണ്ണി ഉണ്ടാവുമെന്നും വിചാരിച്ചിട്ട് തന്നെ ജീവിച്ചു കൊള്ളുക കേട്ടോ. മഞ്ഞ നിറം, ചുവപ്പ് നിറം, ശനിയാഴ്ചകളിൽ കറുപ്പ് ധരിക്കുക. വിളിച്ചതിൽ നന്ദി മിസ്റ്റർ രാജേഷ്. വലിപ്പത്തിൽ 2ാമതും സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ 6ാമതും നിൽക്കുന്ന ഗ്രഹമാണ് ശനി. ഭൂമിയേക്കാൾ 9 മടങ്ങ് വലിപ്പമുള്ള ശനിയുടെ വ്യാസം 1,20,000 കിലോമീറ്ററാണ്. 20,500 കിലോമീറ്ററാണ്. റോമൻ ദേവനായ ജൂപ്പിറ്ററിന്റെ പിതാവും കൃഷിയുടെ ദേവനുമായ സാറ്റേണിന്റെ പേരിലാണ് ഈ ഗ്രഹത്തെ അറിയപ്പെടുന്നത്. സാറ്റർഡേ എന്നൊക്കെ നമ്മൾ പറയുന്നത് ശനിയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്ലാനറ്റ് ആയതുകൊണ്ട് ആണ്. ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 8, 17, 26 എന്ന് പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തുകളിൽ ജനിച്ചവർക്ക് അതിൽ തന്നെ 8ഉം 17ഉം ആണെങ്കിൽ അനുകൂലമായ ഒരു അവസ്ഥയാണ്. 26 ആണെങ്കിൽ അത് ഇത്തിരി ദോഷമുണ്ട്. ആ ദോഷം ഇവരെ പ്രധാനമായിട്ട് 2 സൃഷ്ടിച്ചത് സംഹരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാക്കും. ശനിയാണ് ഏറ്റവും നല്ല ഗ്രഹങ്ങളിൽ വെച്ച് ശനിയെ പൂർണ്ണമായിട്ടും ധിക്കരിക്കുന്ന ധിക്കാരപരമായ ഒരു അവസ്ഥയോ ശനിയെ നമ്മളങ്ങനെ പ്രവചിക്കാൻ പാടില്ല എന്നാണ് അഭിമതം. വീണ്ടും ഒരു കോള്, ഞാൻ അതിലേക്ക് വരാം. ഹലോ. പേര് പറയൂ. സിജോ ജോർജ്. സിജു. SIJO. സിജോ ജോർജ്. സിജോ ജോർജ്. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. SIJO. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 5/8/1983. 5/8/83. എവിടുന്ന് വിളിക്കുന്നു? പെരുമ്പാവൂരിന്ന്. ടോട്ടലി പേര് നല്ലതാണ് കേട്ടോ. സിജു എന്നുള്ള പേരിനകത്ത് ഉള്ള ചെറിയൊരു ദോഷമുണ്ട്. സിജോ ജോർജ്. SIJO. അതന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ജോർജ്. സിജോ ജോർജ്. സിജോ എന്ന് പറഞ്ഞ സിജോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? സിജോ ജോർജിന് ഇപ്പോൾ ഉള്ള ഒരു സമയം അനുകൂലമായ ഒരു സമയമാണ്. അത് പ്രധാനമായിട്ടും വീട് ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നും വീട് വരാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നിൽക്കുന്നു. സ്വന്തമായിട്ടുള്ള പേരിലുള്ള വീടിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതിനടുത്ത കൊല്ലം കാണാമറയത്ത് കിടക്കുന്ന ഫണ്ട് വരെ കിട്ടാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. കുറിയായിരിക്കാം, ചിട്ടിയായിരിക്കാം, പാരമ്പര്യ സ്വത്തായിരിക്കാം. ഭാര്യയുടെ കണ്ഠാഭരണങ്ങളൊക്കെ വിറ്റിട്ട് കിട്ടുന്ന ഫണ്ട് കൊണ്ട് ഒരു വീട് വെക്കാനോ ഫ്ലാറ്റ് വാങ്ങാനോ വീട് തന്നെ വാങ്ങാനാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. അത് സ്വന്തം പേരിൽ മാത്രം ആവരുത് സിജോ ജോർജ്. കാരണം ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള വസ്തുവകൾക്ക് നീണാൾ നിലനിൽപ്പ് ഉള്ളതായിട്ട് കാണുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത പശ്ചാത്തലം, ജോലിയാണെങ്കിൽ ഇടയ്ക്ക് മാറുക, പഠനകാലം കുറച്ച് മാറിക്കൊണ്ടിരിക്കുക. 21 വയസ്സ് മുതൽ സ്വന്തം ആയിട്ട് കരുത്തിനാലെ മെച്യൂരിറ്റി 21 വയസ്സ് മുതൽ ജോലി ചെയ്ത് കുടുംബത്തിൻ്റെ ഭാരമൊക്കെ ചുമലിലേറ്റണം, അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ട് ജോലി ചെയ്ത് കുടുംബത്തിലേക്ക് ഒരു സഹായം ചെയ്ത് കൊടുക്കേണ്ടതായ ഒരു അവസ്ഥ. സ്വന്തം നാട്ടിലല്ലാതെ ജീവിക്കുകയാണെങ്കിൽ നല്ല അവസ്ഥയാണ്. സഹോദരന്മാരൊന്നും ഉണ്ടാവാനായിട്ട് ഇദ്ദേഹത്തിന് ശേഷം സാധ്യത കാണുന്നില്ല.
ഉണ്ടോ ഇദ്ദേഹത്തിന് ശേഷം സഹോദരൻ സിജോ ജോർജിന് ശേഷം? ഇല്ല സഹോദരനില്ല, സഹോദരി ഉള്ളത്. പിന്നെ ആൾക്ക് ജോലിയൊന്നും ഇപ്പൊ സ്ഥിരമായിട്ടൊന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. 34 വയസ്സ് എത്തുമ്പോഴേ അദ്ദേഹത്തിന് ഗുണം കിട്ടാൻ പറ്റുന്ന ഒരവസ്ഥയുള്ള 37 വയസ്സ് വരെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമല്ലാത്ത ജോലി എന്ന് തന്നെയാണ് ഞാൻ ഇപ്പൊ പ്രവചിച്ചത്, അല്ലേ? അത് തന്നെ വരുള്ളൂ. പക്ഷെ അടുത്ത കൊല്ലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ 11-ാം മാസം മുതൽ, അടുത്ത മാസം നവംബർ 5 മുതലുള്ള ഒരു സമയം അനുകൂലമായ ഒരവസ്ഥ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം നാട് അല്ലാതെ മിനിമം സ്റ്റേറ്റ് വിടുക, അല്ലെങ്കിൽ ജില്ല വിടുക. ഇനി ഇതിലും കൂടുതൽ നന്നായിട്ട് പറയുക, സ്വന്തം രാഷ്ട്രം തന്നെ വിടുന്നതാണ് നല്ലതായിട്ട് കാണുന്നത്. ഇലക്ട്രിക്കിനോടും ഹോട്ടലിനോടും ഹോസ്പിറ്റാലിറ്റിയോടും ചേർന്ന സംഭവങ്ങൾ ഓടിപ്പിക്കുന്ന, ഓട്ടോറിക്ഷ മുതൽ ബസ്, കാറ്, ലോറി ഒക്കെ ഓടിപ്പിക്കുന്ന ജോലി പോലെ ഇദ്ദേഹത്തിന് അനുകൂലമാണ്. പല തരം തൊഴിലുകൾ മിസ്റ്റർ സിജോ ജോർജ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പലതരം ജോലിയാണ്, ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, മാറിക്കൊണ്ടിരിക്കുവാണ്. അത് തന്നെയാണ് മാം. അത് പേരിനകത്ത് സിജോ എന്ന് പറഞ്ഞ പേരിനകത്ത് ഒരു മുഴുക്കൊരു ഭാഗ്യം അങ്ങോട്ട് മുഴുവൻ കിട്ടണമെങ്കിൽ ഇദ്ദേഹത്തിന് 34 വയസ്സാവണം. ഇപ്പോഴ് 33 ആണല്ലോ. ഇപ്പൊ 33, 34 അടുത്ത കൊല്ലത്തുള്ളൂ. കല്യാണത്തിന്റെ സാർ ഒന്നും കൂടെ അതുപോലെ പറയാമോ? കേട്ടില്ല. കല്യാണം എത്ര വയസ്സില്? കല്യാണം പറയുന്നത് 34 അടുത്ത കൊല്ലം അല്ലേ? അടുത്ത കൊല്ലം മുതൽ 34-നും 37-നും ഇടയിലാണ്. 34, 35 കാലഘട്ടമാണ് നല്ലത്. 36 അത്ര നല്ലതല്ല. 37 പിന്നീട് നല്ലതാണ്. 36 എന്ന് പറഞ്ഞ സമയത്തൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല. ഈ അടുത്ത കൊല്ലം എന്തായാലും നടന്നിരിക്കും ആൾക്ക് വീട് വരിക എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. വീട് എന്ന് പറഞ്ഞാൽ ഭാര്യ ഉണ്ടെങ്കിൽ അതൊരു വീടാവുന്നുള്ളൂ, അല്ലേ? വീടില്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല. അതൊക്കെ അടുത്ത കൊല്ലം വരുമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് കിട്ടും, ഒന്നും വിഷമിക്കണ്ട. 4 ഭാഗ്യസംഖ്യ, അനുകൂലമായ നിറം പച്ച നിറയും. 4 പച്ച നിറം, നീല നിറം, മഞ്ഞ നിറം ധരിക്കുക. ജോലി എന്താണ് ഇപ്പൊ ചെയ്യുന്ന ജോലി? എന്താണ് ചെയ്തിരുന്ന ജോലി? എന്താണ് ഇപ്പൊ ആളൊരു സ്റ്റുഡിയോയില് ജസ്റ്റ് അവിടെ പോയി കൂട്ടുകാരുടെ കൂടെ നിൽക്കുന്നുള്ളൂ, ശമ്പളമൊന്നും ഇല്ല കാര്യമായിട്ട്. ഓക്കെ, അതങ്ങനെ തന്നെയാ, വിഷമിക്കൊന്നും വേണ്ട. അടുത്ത കൊല്ലം ശരിയാവുന്നു കേട്ടോ. 34 വയസ്സ് തുടങ്ങുമ്പോ ശരിയായി. 34 ജസ്റ്റ് കഴിഞ്ഞിട്ട് 1.5 മാസേ ആയിട്ടുള്ളൂ. ഒരു അടുത്ത വർഷത്തില് ഫെബ്രുവരി മുതൽ ഗുണമായിട്ടുള്ള ഒരു അവസ്ഥ വരും. ജനുവരി 5-ാം തീയതി മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ജനുവരി 5 മുതൽ. വിളിച്ചതിൽ നന്ദി സിജോ. ഇന്നത്തെ യുഗത്തിൽ ശനിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ശനി ശരിക്കും ദോഷകാരിയായ ഒരു ഗ്രഹമേ അല്ല. പക്ഷെ ശനിയുടെ തടസ്സപ്പെടുത്തുന്ന സ്വഭാവം, അടക്കി നിർത്തുവാനുള്ള പ്രവണത, വിലക്കുന്ന സ്വഭാവം, ഇതൊക്കെയുള്ള കാരണം കൊണ്ട് ശനിയെ പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ഒരു ദോഷകാരിയായ ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ശനിയുടെ പ്രത്യേകത 8, 17, 26 അതിൽ ജനിച്ചവർ ഇപ്രകാരം ആവണം: സത്യവും നീതിയും വിടാതെ കൈക്കുമ്പിളുകളിൽ ശേഖരിച്ചു വെക്കാൻ പറ്റുന്നവർക്ക്, കള്ളത്തരമങ്ങളോ വഞ്ചനയോ കൈക്കൂലിയോ ഒക്കെ വാങ്ങാതെ, ഇപ്പോൾ വിവിധ തരത്തിലുള്ള ജോലികളാണല്ലോ ഓരോരുത്തരും ചെയ്യുന്നത്. അത്തരം ആളുകൾ ഇങ്ങനെ ഒരു നീതി ന്യായ ശാസ്ത്രത്തിലൂടെ ജീവിക്കുകയാണെങ്കിൽ ഇവർക്ക് ശനിയാണ് ഏറ്റവും നല്ല ഗ്രഹമായിട്ട് അറിയപ്പെടുക. ശനിയാണ് എല്ലാം തരിക. ശനി പ്ലാനറ്റ് ഒരുത്തൻ്റെ ജാതകത്തിൽ ഇല്ലെങ്കിൽ കഷ്ടതരം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, കണ്ടെത്തിയിട്ടുള്ളത്. നമുക്ക് വീണ്ടും ഒരു കോളറിലേക്ക്. ഹലോ, പേര് പറയൂ. അമൽദാസ്. KM ആണ്. ഓക്കെ, അമൽദാസ് KM. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 16/9/96. എവിടെ നിന്ന് വിളിക്കുന്നത്? ഹലോ. ഓ, ഈ കുട്ടിക്ക് 20 വയസ്സാണ് ഇപ്പോഴ്.
ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളൊരു സമയം പഠനം തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം മാർച്ചിനോട് കൂടി തീരുന്ന വിദ്യാഭ്യാസമാണെങ്കിൽ പിന്നീട് കുഴപ്പങ്ങളൊന്നുമില്ല. അല്ല എന്നുണ്ടെങ്കിൽ തീരാത്തതാണ്. അടുത്ത കൊല്ലം കഴിഞ്ഞിട്ട് വരെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ 23 വയസ്സ് വരെ വിദ്യയുള്ള ഒരു പേരിൻ്റെ ഉടമയാണ്. അതുവരെ ജാതകത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചെറിയൊരു ദോഷമുണ്ട്. പേരിനകത്തുള്ള ഗുണം കൊണ്ട് അദ്ദേഹത്തിന് 23 വയസ്സ് വരെ വിദ്യ PG ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത് 20 വയസ്സ് എന്ന് പറയുന്ന സമയം കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലത്തിൽ എഴുതുന്ന എക്സാമിന് മാർച്ചിന് ശേഷമേ ആ ദോഷം വരുന്നുള്ളൂ. എഴുതുന്ന എക്സാമിനൊക്കെ ചിലപ്പോൾ ഡിലേഡ് ആവാനായിട്ടുള്ള സാധ്യതയുള്ള കാരണം കൊണ്ട് അടുത്ത കൊല്ലത്തിൽ എന്തെങ്കിലും ദോഷം ഉണ്ടായാൽ തന്നെ അത് മുഖവിലേക്ക് എടുക്കേണ്ട. 2018 മുതൽ ഗുണമാണ്. 23 വയസ്സ് വരെ വിദ്യ കിട്ടും. അത് സ്വന്തം വീട്ടിൽ നിന്നും ദൂരെ പോയിട്ട് രാവിലെ പോയിട്ട് ഒരുപാട് ഇരുട്ടി വരിക അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിലൊക്കെ വരുന്ന ഒരു ദൂരത്തിൽ പോയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് നല്ലതായിട്ട് പറയുന്നുണ്ട്. അമൽദാസ് എന്ന് പറഞ്ഞ പേരിനകത്ത് 17-ന് ശേഷം വിദ്യയുടെ ഈ ദോഷങ്ങൾ അനുഭവിക്കുന്ന കാരണം കൊണ്ട് മോന് പഠിക്കാൻ പറ്റുന്ന വിഷയം ഏറ്റവും അനുകൂലമായിട്ടുള്ള യൂണിഫോം അണിയുന്ന ജലസംബന്ധിയായ വിഷയം അല്ലെങ്കിൽ കൊമേഴ്സിലൊക്കെ ഡിഗ്രി എടുക്കാൻ പറ്റുന്ന അവസ്ഥ. BCom ഒക്കെ അതൊക്കെ പറയുന്നുണ്ട്. എന്തിലാ പഠിക്കുന്നത്? ഓ കേട്ടില്ല. ഒന്നുകൂടി പറയൂ. ഏതിന്റെയാണ്? ഏത് ഡിഗ്രിയാ? BCom ആണോ? ഓക്കെ. അപ്പൊ ഇത് അടുത്ത കൊല്ലത്തിൽ തീരില്ല അല്ലേ? തീരുല്ലോ, അടുത്ത കൊല്ലം തീരുല്ലോ. അടുത്ത കൊല്ലം മാർച്ച് വരെ നല്ല സമയമാണ് കേട്ടോ. മാർച്ച് വരെ, മാർച്ച് കഴിഞ്ഞ ഏപ്രിൽ മുതൽ പിന്നെ ഇത്തിരി ദോഷമായിട്ടുള്ള ഒരു സമയമാണ് കാണുന്നത്. സ്വന്തം നാടും വീടൊക്കെ വിട്ടിട്ട് നിൽക്കണം എന്നാണ് പറയുന്നത്. 32 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ വിവാഹിതനായാൽ മതി. അതാണ് കുറച്ചും കൂടി നല്ല ഭേദപ്പെട്ട ഒരു അവസ്ഥ. 30 വയസ്സിന് ശേഷമുള്ള ഒരു സമയം വിദേശവാസത്തിലേക്ക് പറയുന്നുണ്ട്. 9 ഭാഗ്യസംഖ്യ. വെള്ള നിറവും ചുവപ്പ് നിറവും ധരിക്കുക. 23 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇനിയും എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്ന ആർട്ടുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് പറയുന്നത്. ആർട്ട് എന്ന് പറയുമ്പോൾ ഡിസൈൻ കോഴ്സുകൾ, ചിത്രരചന, മീഡിയകളുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ടതൊക്കെ കുട്ടിക്ക് നല്ലതാണ്. അത്തരം കർമ്മങ്ങളിലൊക്കെ ചെല്ലു നല്ലതായിട്ട് വരും. കുറച്ച് സഞ്ചാരപ്രിയം കൂടുതലുള്ള കാരണം സഞ്ചാരയോഗ്യമായ ജോലികൾ ചെയ്യുന്നത് നല്ലതാണ്. അത് ട്രെയിനിലും പ്ലെയിനിലും ഒക്കെ ജോലി ചെയ്യുന്നത്, അയാട്ട കോഴ്സ് പഠിച്ചിട്ട് ട്രാവൽ ആൻഡ് ടൂറിസം ഒക്കെ നല്ലതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതിലൊക്കെ ചെയ്യൂ. ആ രീതിയിലുള്ളൊക്കെ പഠനമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, അതിന് പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ഇല്ലാതെ ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. വേറെ ഒന്നിലേക്ക് പോകുമ്പോഴാണ് ബുദ്ധിമുട്ടൊക്കെ വരിക. ഓക്കെ, ചുവപ്പ് നിറവും വെള്ള നിറവും ധരിച്ചോളൂ. വിളിച്ചതിൽ നന്ദി. ഓക്കെ, 28-ാം തീയതി വെള്ളിയാഴ്ച തൃശ്ശൂർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 31-ാം തീയതി കാസർഗോഡും, നവംബർ 1-ാം തീയതി കണ്ണൂരും, 4-ാം തീയതി കോഴിക്കോടും, 5-ാം തീയതി സുൽത്താൻ ബത്തേരി വയനാട്, 11-ാം തീയതി കോട്ടയത്തും, 12-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ കൊല്ലത്തും ക്യാമ്പുണ്ട്, 18-ന് ചേർത്തലയിലും, 19 പത്തനംതിട്ടയിലും, ബുധനാഴ്ച എറണാകുളത്തും ക്യാമ്പുണ്ട്. എന്നെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രോഗ്രാമിൻ്റെ അവസാനം പേര്, മൊബൈൽ നമ്പർ പറയുന്നതാണ്. അതിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് നേരിൽ വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം പേരിൻ്റെ വിസ്മയത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചെത്താം. വെൽക്കം ബാക്ക്. പേരിൻ്റെ വിസ്മയത്തിലേക്ക് വീണ്ടും സ്വാഗതം. കേരള വിഷന് വേണ്ടി KP വേണുഗോപാലാചാരി അവതരിപ്പിക്കുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. കോളറിലേക്ക്. ഹലോ. ഹലോ. പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. സത്യൻ. സത്യൻ വി. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 5/10/1964. എവിടുന്ന് വിളിക്കുന്നത്? കണ്ണൂർ. അദ്ദേഹം നാട്ടിലുണ്ടോ മിസ്റ്റർ സത്യൻ? നാട്ടിലാണോ ഇതുവരെ ജോലി ചെയ്തിരുന്നത്? അതെ. നാട്ടിൽ ജോലി ചെയ്യാനായിട്ട് പറ്റാത്ത, അല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ അതിന് നല്ല ഗുണമില്ലാത്ത ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.
ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ മോശമായിരുന്നൊരു സമയമായിരുന്നു. ജോലിയൊക്കെ ഇല്ലാതെയൊക്കെ വരുമാന മാർഗങ്ങളൊക്കെ ഇല്ലാതെ അലഞ്ഞ് തിരിയേണ്ടതായിട്ടുള്ളൊരവസ്ഥ മാറി നിൽക്കുന്ന നേരമാണ്. ആ ഒരു ദുരന്തം മാറി ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ ഈ ഒക്ടോബർ 5-ാം തീയതിക്ക് ശേഷമുള്ള ഒരു സമയം, ഇന്ന് ഒക്ടോബർ 26 ഒക്ടോബർ 25-ന് ശേഷമുള്ള ഒരു സമയം ഇദ്ദേഹം പുതിയതായിട്ടുള്ളൊരു കർമ്മമണ്ഡലത്തിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്ന നേരമാണ്. അത് അടുത്ത കൊല്ലം സാക്ഷാത്കരിക്കാൻ പറ്റുന്നൊരവസ്ഥ, വീട് പണിയാൻ പറ്റുന്നൊരവസ്ഥ, അത് സ്വന്തം പേരിലല്ലാതെ വരാൻ പറ്റുന്ന അവസ്ഥ, ഇതൊക്കെ പറയുന്നുണ്ട്. സത്യൻ എന്നുള്ള പേരും അതിൻ്റെ കൂടെ വി എന്നതും കൂടി ചേർന്നപ്പോൾ ദോഷത്തിലേക്ക് വന്നു. ആ ദോഷം ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വ്യഗ്രത, ശാരീരിക, മാനസിക, സാമ്പത്തിക അതിനൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, പൂർണ്ണമായിട്ടും ഒരു കുടുംബത്തെ പരിരക്ഷിക്കാൻ പോകുന്ന അവസ്ഥ ഉണ്ടാവണം എങ്കിൽ ഇദ്ദേഹം സ്വന്തം നാട്ടിലല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അനുകൂലമായൊരവസ്ഥ പ്രദാനം ചെയ്യുകയുള്ളൂ പ്രകൃതി. സ്വന്തം നാട്ടിലല്ലാതെ ജോലി ചെയ്യേണ്ടത് പ്രധാനമായിട്ട് ഹോട്ടൽ, ഹോസ്പിറ്റാലിറ്റി, ഫ്രാഞ്ചൈസി ഏജൻസി, കുറച്ച് ആർട്ടുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങൾ, ടീച്ചിങ് പ്രൊഫഷനൊക്കെ ഇദ്ദേഹത്തിന് നല്ലതാണ്. വൊക്കാബുലറി ചെയ്യുന്ന, അതായത് ബാങ്കിങ് ഏർപ്പാടുകൾ, LIC ഏജൻറ്റ്, കുറച്ച് സഞ്ചാരത്തിനൊക്കെ ഉള്ള യോഗ്യമായ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് ഒക്കെ നല്ലതാണ്. അത്തരം ജോലികളൊക്കെ ചെയ്യുന്നത് നല്ലത്. എന്ത് ജോലിയാണ് മിസ്റ്റർ സത്യൻ വി ചെയ്യുന്നത്? ഓക്കെ, സഞ്ചാരത്തിനുള്ള യോഗ്യത അത് തന്നെ. ഓക്കെ, ആൾക്ക് ഉണ്ണികൾ ഒക്കെ പറഞ്ഞല്ലോ അല്ലേ? ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി, പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ചു. ഈ സത്യൻ എന്ന് പറഞ്ഞ പേര് ഇപ്പം ഇന്ന് തന്നെ ഇതിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് ഇന്ന് വിളിച്ചിട്ട് തന്നെ കിട്ടാനായിട്ട് ഇട വന്ന്, സത്യൻ എന്നുള്ള പേരിനകത്ത് സാറ്റേൺ നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ പേരിനകത്ത് തന്നെ ശനിയുണ്ട്. എന്നാൽ ജാതകത്തിൽ അങ്ങനെ ശനി ഇല്ലതാനും. മനസ്സിലായോ? അപ്പോൾ അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ശനിയാഴ്ചകളിൽ നീരാഞ്ജനമൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. യാത്ര ചെയ്യുന്ന തൊഴിലാണെങ്കിൽ കുഴപ്പം ഇല്ല കേട്ടോ. ബസ്സിൽ ക്ലീനർ, ബസ് കണ്ടക്ടർ, ബസ് ഡ്രൈവർ, ഇതൊക്കെ അതിൽ വരുന്നതാണ്. യാത്ര ചെയ്യുന്ന തൊഴിലാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ വിദേശത്തേക്ക് പോകണമെന്നോ ഒന്നുമില്ല. എന്നാൽ ഈ വണ്ടിയിൽ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ വണ്ടി മാറാനൊക്കെയുള്ള സാധ്യതയുണ്ട്. കുറച്ചും കൂടി വരുമാന മാർഗങ്ങളും കുറച്ച് ഭാരം കുറഞ്ഞ തൊഴിലും ഒക്കെ ആയിട്ട് മാറാൻ പറ്റുന്ന ഒരവസ്ഥയൊക്കെ സത്യൻ വിക്ക് പറയുന്നുണ്ട്. ഓക്കെ, 5 ഭാഗ്യസംഖ്യ, പച്ച നിറം, നീല നിറം, ശനിയാഴ്ചകളിൽ കറുപ്പ് ധരിക്കുക. അങ്ങനെയൊക്കെ ആയാൽ ഓക്കെ ആണ്. വിളിച്ചതിൽ നന്ദി സത്യൻ. ചോള രാജാക്കന്മാരിൽ ഏറ്റവും പ്രമുഖൻ രാജരാജ ചക്രവർത്തിയായിരുന്നു. എന്നാൽ രാജരാജന്റെ ആദ്യത്തെ പേര് അരുൾമൊഴി വർമ്മൻ എന്നായിരുന്നു. ആദ്യ പേരിൻ്റെ വാഹക തരം കൊണ്ട് ഇദ്ദേഹത്തിന് കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ടു ഒരു കാലത്ത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി കുണ്ടവൈ എന്ന സഹോദരി ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ള കുഴപ്പമാണെന്ന് തോന്നി. ന്യൂമറോളജി ഒന്നും പ്രബലമല്ലാത്ത കാലത്ത് പോലും പേരിനകത്ത് ചിലപ്പോൾ നമുക്ക് മൂന്നാം കണ്ണ്, 6th സെൻസ് ഒക്കെ ഉള്ളവർ വീട്ടിലുണ്ടെങ്കിൽ ഇതിനായിരിക്കും കുഴപ്പമെന്ന് അവർക്ക് സ്വയംഭൂവായിട്ട് തോന്നാനായിട്ട് ഇടവരും. ഈ സഹോദരി അദ്ദേഹത്തിന് പേര് മാറ്റി കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് വീണ്ടും രാജപദവിയും രാജരാജൻ എന്നുള്ള പേര്. രാജൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്ന് തന്നെ അർത്ഥം. രാജരാജൻ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ രാജൻ എന്നാണ് അർത്ഥം. രാജൻ എന്ന് പറയുന്ന പേര് വെച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് കാണാം. അവർക്കൊക്കെ എന്തെങ്കിലും ദോഷങ്ങൾ, രാജപദവി കിട്ടാൻ പറ്റാത്തതോ അല്ലെങ്കിൽ രാജകീയമായ അന്തരീക്ഷം ഇല്ലാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ഇനീഷ്യലിൽ എന്തെങ്കിലും ക്രമക്കേട് കാണും. അങ്ങനെയാണ് രാജൻ എന്നുള്ള പേര് ദോഷമായിട്ട് വരും. അപ്പം രാജരാജൻ എന്ന് പറഞ്ഞ പേരുകാരനാണ് കടലുകൾ കടന്ന് നിരവധി രാജ്യങ്ങൾ പിടിച്ചടക്കി അദ്ദേഹം ചോള രാജാക്കന്മാരുടെ രാജാവായി തീർന്നു. രാജരാജൻ ആയിത്തീർന്നു എന്നാണ് അർത്ഥം. പിന്നീട് അദ്ദേഹം വലിയ ചക്രവർത്തിയായി. പേരിൻ്റെ മാസ്മരികതയാണ് ഞാൻ ഈ വെളിപ്പെടുത്തുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ നാമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, സത്യൻ എന്നുള്ള പേരിൽ തന്നെ സാറ്റേൺ ഉണ്ട് എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ആ സത്യൻ എന്നുള്ള പേരിൻ്റെ അപ്പുറത്തുള്ള സംഖ്യകളെ കൊണ്ടാണ് അദ്ദേഹത്തിന് ദോഷം വന്നത്. സത്യൻ, സാറ്റേൺ, സാറ്റേണെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു ഗ്രഹമാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് വന്ന ഇനീഷ്യൽ ആ പില്ലർ, അതിന് വന്ന ദോഷം കൊണ്ടാണ് അപ്രകാരം ഒക്കെ വരുന്നത്. അല്ലാതെ സത്യൻ എന്നല്ല എല്ലാ പേരുകാർക്കും ദോഷമൊന്നും ഉണ്ടാവുകയില്ല. നമുക്ക് വീണ്ടും ഒരു കോള്
കോളറിലേക്ക്. ഹലോ. ഹലോ. പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. എൻ്റെ പേര് GS കുമാറാണ്. ആരുടെ അറിയേണ്ടത്? എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് പേരുണ്ടായിരുന്നു. പേരിട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് പറഞ്ഞു തരാം. പേരിട്ട് കൊടുക്കൽ ഇതിലൂടെ നടക്കില്ല. ഇതിലൂടെ പേരിടൽ നടക്കില്ല. പേര് പറയണമെങ്കിൽ നല്ലതാണോ എന്നുള്ളത് പറഞ്ഞു തരാം. രുദ്രപ്രിയ. കൃഷ്ണപ്രിയ. രുദ്രപ്രിയ. രുദ്രപ്രിയ. RUDRAPRIY. ഇനീഷ്യൽ എന്തിട്ടോ? ഇനീഷ്യലിട്ടില്ല. ഓക്കെ, ഇനീഷ്യൽ ഇടുന്നില്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 6/10/16. 6/10/2016 ഇപ്പോഴല്ലേ? 2016. ഓക്കെ. 22 കുറച്ച് 20 ദിവസമായിട്ടുള്ളൂ അല്ലേ? 20 ദിവസമേ ആയിട്ടുള്ളൂ അല്ലേ? 20 ദിവസം. ഇത് രുദ്ര എന്നുള്ള പേര് വെച്ചോളും, നല്ലതാണ്. പ്രിയ വെക്കുമ്പോൾ ദോഷം വരും. ഈ കുട്ടി മൂത്തതാണെങ്കിൽ ഇനി സഹോദരന്മാരൊന്നും ഉണ്ടാവില്ല. കുട്ടി മൂത്തതാണോ? ആദ്യത്തെ കുട്ടിയാണോ? അപ്പൊ അടുത്ത സഹോദരനൊന്നും ഉണ്ടാവില്ല രുദ്രപ്രിയ എന്നാണെങ്കിൽ. രുദ്ര നല്ല പേരാണ്, കുഴപ്പമില്ല, അതിന് പറ്റുന്നതാണ്. പക്ഷെ പ്രിയ അതിൽ ചേർക്കുന്നത് അനുകൂലമല്ല. മാത്രമല്ല വേറെ ദോഷങ്ങളൊക്കെ ഉണ്ട്. രുദ്ര വെച്ച് കഴിഞ്ഞാൽ മതി. അതിന് ഇനീഷ്യലൊക്കെ എന്തെങ്കിലും ശരിയാക്കിച്ചു, മാതാപിതാക്കളുടെയോ മാതാവിന്റെയോ അല്ലെങ്കിൽ വീട്ടുപേരിന്റെയോ എന്തെങ്കിലും ഒരു അക്ഷരം ചേർക്കുന്നതിനെയാണ് ഇനീഷ്യൽ എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും വെക്കൂ. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പേരെന്താണ്? ഗിരീഷാണോ? ജെ ആണ് അല്ലേ? ഇതൊന്നും അതിൽ ചേർക്കാൻ പറ്റുന്നതല്ല. അതൊരു ശരിയായ ഒരു ന്യൂമറോളജിസ്റ്റിനെ ഒന്ന് കാണൂ ഡിയർ. പേരിട്ട് കൊടുക്കുന്ന പദ്ധതി ഇതിനകത്ത് ഇല്ല കേട്ടോ. അതൊക്കെ നമുക്ക് കുറെ നേരം എടുക്കുന്ന ഒരുപാട് ഘടകങ്ങളൊക്കെ അതിൽ ഒപ്പിച്ച് വേണം കൊടുക്കാനായിട്ട്. ഒരു നിർമ്മിതിയാണ് നടക്കുന്നത്, ഒരു ക്രിയേറ്റിവിറ്റിയാണ് നടക്കുന്നത്. ഭാവി പറയാനായിട്ട് എടുക്കുന്ന നേരം ഒരു പേര് ഇടാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് പേര് വയ്ക്കാനായിട്ട് എന്തെങ്കിലും വേറെ സംവിധാനം ചെയ്യൂ. ഇതിലൂടെ അത്തരം പ്രവർത്തികളൊന്നും നടത്തുന്നതല്ല. 6 ഭാഗ്യസംഖ്യ. നീല നിറമൊക്കെ ധരിക്കട്ടെ. ഒരു 9 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ, അതിൽ പ്രധാനമായിട്ടും 4 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുറച്ച് ദോഷം കാണുന്നുണ്ട്. ആ ദോഷം കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഉണ്ണിയൊക്കെ പറഞ്ഞാൽ മതി. മൂത്ത കുട്ടിയാണ് ഇതെങ്കിൽ 4 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത കുട്ടി ജനിക്കുന്നതാണ് നല്ലതായിട്ട് വരിക. ഓക്കെ, വിളിച്ചതിൽ നന്ദി. സൂര്യന് ചുറ്റും കറങ്ങാനായിട്ട് ശനിക്ക് 29.5 വർഷങ്ങൾ എടുക്കും. ഒരു രാശിയിൽ 2.5 വർഷം എന്ന് അതിനെ അർത്ഥമാക്കുന്നു. ഭൗതിക കാര്യങ്ങളിൽ ശനിയുടെ രൂപഘടന വളരെ വ്യത്യസ്തമാണ്. അതായത് ഭൗതികം എന്ന് പറയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഹോളുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നൊരവസ്ഥാന്തരം ശനി ഭഗവാൻ ഉണ്ടാക്കും. ശനീശ്വരൻ എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ഒരു പ്ലാനറ്റ് ശനിക്ക് മാത്രമേ ആ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളൂ. 8, 17, 26 എന്ന് പറഞ്ഞ സംഖ്യകളിൽ ജനിച്ചവർക്കൊക്കെ അവരുടെ നാമം വെക്കുന്നത് P അല്ലെങ്കിൽ F എന്ന് പറഞ്ഞ അക്ഷരത്തിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ P എന്ന് പറയുന്ന അക്ഷരം ശനിയുടെ എല്ലാ രൂഢമൂലമായ ഭാവങ്ങളും ഉള്ളതാണ്. P എന്നുള്ളൊരു അക്ഷരം ഇവർക്ക് വരികയാണെങ്കിൽ അവർ പ്രശസ്തരായ പാട്ടുകാരോ ലളിത കലകളുമായിട്ടുള്ള ബന്ധപ്പെട്ടവരോ ഇനി ഇതുമല്ലെങ്കിൽ 8 ദിക്കിൽ അറിയപ്പെടുന്ന പ്രവൃത്തി ചെയ്യുന്ന രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരോ നല്ല പ്രാസംഗികരോ ഒക്കെ ആയിട്ട് മാറും P എന്ന് പറഞ്ഞ അക്ഷരം ഉള്ളവർ. അതുകൊണ്ട് തന്നെ P എന്നുള്ളൊരു അക്ഷരം വയ്ക്കുകയാണെങ്കിൽ സാധാരണ നിലയിൽ വരുന്ന ദോഷങ്ങൾ, ഈ ശനിക്ക് വരുന്ന ദോഷങ്ങൾ P എന്നുള്ള ആ ചതുരമായ അക്ഷരം കൊണ്ട് മാറിക്കിട്ടും. ഇനി ഇത് തന്നെ F എന്ന് പറഞ്ഞ അക്ഷരത്തിലാണ് തുടക്കം കുറിക്കുന്ന പേരെങ്കിൽ അത് വളരെ ദോഷമായ വിപരീത ഫലം ചെയ്യുന്ന ഒരു രീതിയാണ് F-ൽ ഉണ്ടാകുന്നത്. F-ഉം P-യും തമ്മിലുള്ള വ്യത്യാസം, അന്തരം, ഒരു ചെറിയ മൃദുഭാഷ്യം, മൃദുശബ്ദം, P-യുടെ മൃദുശബ്ദം F-ന് ഉണ്ടത്രേ. മൃദു ആയ കാരണം കൊണ്ടാണ് അപ്രകാരം വരുന്നത്. F എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് പറയുക. F-ൽ പേര് വെച്ചവർക്ക് മറ്റൊരു ദോഷം ഉള്ളത് അവർ വളരെ ധനം ഒക്കെ ശേഖരിക്കുകയും അല്ലെങ്കിൽ അവർ ഒരുപാട് കീർത്തി നേടുകയും ഒക്കെ ചെയ്ത് ഇരിക്കുന്ന കാലഘട്ടത്തിൽ ശനി എന്ന അക്ഷരത്തിൻ്റെ ദുർമുഖമായ F എന്നുള്ള പേരിനാണ് അവരുടെ പേരിൻ്റെ ആദ്യാക്ഷരമോ ഇടയിലോ ഇനീഷ്യലോ ആണെങ്കിൽ
അവർക്ക് മാനഹാനി ഒക്കെ വരും. അതാണ് എഫും പിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം പി എന്നുള്ളൊരു അക്ഷരം വയ്ക്കുന്നതിൻ്റെ അത്രയ്ക്കും ഗുണം എഫിന് കാണുന്നില്ല. നിങ്ങളുടെ പേരൊക്കെ വയ്ക്കുമ്പോൾ 4 വട്ടം ആലോചിച്ച് ഏത് അക്ഷരം വേണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ വോള്യം ഏതൊക്കെ വേണമെന്നൊക്കെ തീരുമാനിക്കപ്പെടാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വന്നേക്കാവുന്ന ദോഷങ്ങളൊക്കെ മറികടക്കാൻ പറ്റുമെന്നാണ് ന്യൂമറോളജിസ്റ്റ് പറയുക. നമുക്ക് അവസാനത്തെ കോളം. ഹലോ ഹലോ, പേരും ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ നന്ദിനി ആർ അല്ലേ? അതെ, നന്ദിനി NANDINI അങ്ങനെ ആണല്ലോ അല്ലെ? H1 ഇടയിൽ ഓക്കെ. ഇനീഷ്യൽ പറയൂ. ആറ്. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. രാജ്മോഹൻ. ശരി ശരി. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ പെട്ടെന്ന്. ഡേറ്റ് ഓഫ് ബർത്ത് 25/5/92. എവിടെ നിന്ന് വിളിക്കുന്നത്? 25/5/1992. എവിടെ സ്ഥലം വിളിക്കുന്നത് രാജ്മോഹൻ? എറണാകുളത്തൊന്നാണ് വിളിക്കുന്നത്. ഓക്കെ. കുട്ടിക്ക് ഇപ്പോഴ് ഈ വർഷത്തിൽ വിവാഹം കഴിയുക അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ വിവാഹം കഴിയുക. 22 വിവാഹം കഴിയാൻ പാടില്ല. ഇപ്പോൾ കുട്ടിക്ക് 24 വയസ്സാണ്. ഈ വർഷം വളരെ അനുകൂലമായൊരവസ്ഥയാണ്. പഠനം പൂർത്തീകരിക്കാനായിട്ട് പറ്റുന്നൊരു കാലഘട്ടം 22-ലായിരുന്നു. അത് 24 വരെ നീട്ടി ഇട്ടിട്ടുണ്ടെങ്കിലും നല്ലത് തന്നെയാണ്. ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങൾ, ടീച്ചിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട ട്യൂട്ടർ, ലെക്ചർ, പ്രിൻസിപ്പളൊക്കെ വരാൻ പറ്റുന്നൊരവസ്ഥയും ഒരു നിരീക്ഷണ കൗതുകം ഉള്ള ഒരു ജാതകക്കാരിയാണ്. അതിനെ അതീന്ദ്രിയ ജ്ഞാനം എന്നൊക്കെ അതിന് പറയും. അതീന്ദ്രിയാവബോധം ഒക്കെ ഉണ്ടാവുന്ന, നാളെ എന്ത് വരാൻ പോകുന്നതിനെ പറ്റിയൊക്കെ ഒന്ന് മെസ്സേജ് കിട്ടുക, കാണുന്ന സ്വപ്നം ഫലിക്കുക, ഇതൊക്കെ ഇദ്ദേഹത്തിന് പറയുന്നു. സർക്കാരിൻ്റെ ജോലിയൊക്കെ കിട്ടാൻ പറ്റുന്നൊരവസ്ഥയും കാണുന്നുണ്ട്. അടുത്ത കൊല്ലം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 2017 കഴിഞ്ഞ് 18 മുതൽ വളരെ നല്ല കാലം ആണ്. ഇപ്പോൾ വിവാഹം തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ 29 വയസ്സാണ് പിന്നെ അനുകൂലം പറയുന്നത്. 28 എന്ന് പറഞ്ഞ സമയവും അതിൽ കുറച്ച് ഭേദപ്പെട്ട ഒരു സമയമായിട്ടൊക്കെ കാണുന്നുണ്ട്. സ്വന്തം നാട്ടിലല്ലാതെ ജീവിക്കാനായിട്ടും വിദേശത്തേക്ക് എന്നുള്ള എബ്രോഡ് 7ാം കടലിനക്കരെ തന്നെ പോകണമെന്നും യൂറോപ്യൻ കൺട്രീസിലേക്ക് താമസം സ്ഥിരപ്പെടുത്തണമെന്നൊക്കെ പറയുന്ന ജാതകം ആണ്. അവിടെയും ജോലി, സർക്കാരിൻ്റെ മിനിസ്ട്രിയിലൊക്കെ ജോലി കിട്ടാൻ പറ്റുന്ന അവസ്ഥയും നന്ദിനി ആറിന് പറയുന്നുണ്ട്. എന്ത് ചെയ്യണോ? എന്താ പഠിക്കുകയാണോ? കല്യാണം ആയോ? എന്താണ് പഠിക്കുന്നത്? എന്ത് വിഷയ? ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. ഇപ്പം അത് വേറെ കമ്പ്യൂട്ടറിന്റെ പഠിത്തം പഠിച്ചോണ്ടിരിക്കുകയാണ്. കല, അതെ, ഡിസൈനിങ് ഒക്കെ ആയിട്ടുള്ളത് അല്ലേ? കുട്ടി ടാലി, ഓക്കെ, ബാങ്കിങ്, അത് ഓക്കെ തന്നെയാണ്. കുറച്ചും കൂടി ഇദ്ദേഹത്തിന് കുറച്ചും കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. PhD ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. PhD ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. തീസിസ് ഒക്കെ അവതരിപ്പിച്ചിട്ട് ഇൻവെൻഷൻ ഒക്കെ കാണുന്നുണ്ട്. കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ത്വരയൊക്കെ കാണുന്നുണ്ട്. ഈ കുട്ടിക്ക് ശേഷം സഹോദരന്മാര് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഒരു സഹോദരനുണ്ട്. എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട്? 4 ഇയേഴ്സിന്റെ വ്യത്യാസം ഉണ്ടോ? 3.5 ആണെങ്കിൽ കുഴപ്പമില്ല. 3.5 എന്ന് പറഞ്ഞാൽ 4 ആയി. അങ്ങനെയാണല്ലോ അല്ലേ? വളരെ നല്ലതാണ്. അപ്പൊ ദോഷമില്ല. സഹോദരനെ കൊണ്ടൊക്കെ ഗുണം കിട്ടും. കുട്ടി ധനം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കലയുമായിട്ടുള്ള ബന്ധപ്പെട്ടതിൽ ഒക്കെ ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമെന്ന് പറയുന്ന ജാതകക്കാരിയാണ് കേട്ടോ. പഠനം ഇനിയും പഠിച്ചുകൊണ്ടിരിക്കും. 30 വയസ്സ് വരെ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ PhD ഒക്കെ എടുക്കാനൊക്കെ വെളിപ്പെടുത്തിയത്. ഗവൺമെന്റിന്റെ ജോലിയൊക്കെ കിട്ടും കേട്ടോ. പരിരക്ഷിക്കും, മാതാപിതാക്കളൊക്കെ പരിരക്ഷിക്കുന്ന ഒരു മനോഭാവമുള്ള ഒരു കുട്ടിയാണ്. വിവാഹത്തിന് ഒരു ചെറിയൊരു ദോഷമുള്ളത്, നല്ല ഒരു വിവാഹം നടക്കണമെങ്കിൽ നല്ല സമയത്ത് തന്നെയാവണം. ഇപ്പോൾ നല്ല സമയമാണ്. അടുത്ത കൊല്ലം ഒരിത്തിരി മോശമുണ്ട്. 26 വളരെ നല്ല സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് 28 അല്ലെങ്കിൽ 29 ഇതൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. 28 കുഴപ്പമില്ല. 26 ഇപ്പോൾ 24 25ലേക്ക് പ്രവേശിക്കുമ്പോൾ കുറച്ചൊരു ദോഷം ഉണ്ട്.
ദോഷമില്ല എന്നൊക്കെ മറ്റു ജാതകക്കാരൊക്കെ പറയും. പക്ഷെ അതൊന്നും മുഖവിലയ്ക്ക് എടുക്കേണ്ട. അത് ദോഷം വരുന്നത് ഏപ്രിൽ കഴിഞ്ഞിട്ടാണ് ദോഷം വരുന്നത്. അടുത്ത വർഷത്തിൽ ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള ഒരു വിവാഹ എൻഗേജ്മെന്റ് ഒന്നും ആക്കുന്നത് നല്ല ഒരു ശുഭകരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാക്കി തരില്ല. പഠിക്കാനായിട്ട് കുട്ടി വിവാഹിതയായാലും തന്നെ പഠനത്തിന് അത് ദോഷകരമായിട്ടൊന്നും ബാധിക്കുന്നില്ല. കാരണം ബുദ്ധി, വിദ്യ, ഇതൊക്കെ സരസ്വതി വിലാസം ഇതെല്ലാം ആൾക്ക് 29 വയസ്സ് വരെ നിറയെ കാണുന്നുണ്ട്. ശനിയാഴ്ചകളിൽ കറുപ്പ്, മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ലൈറ്റ്, പൂർണ്ണമായിട്ട് വെള്ള ഇന്നും ധരിച്ചാൽ മതി കേട്ടോ. ശനിയാഴ്ചകളിൽ കറുപ്പ് ധരിക്കുക, മറ്റുള്ള നീല, സ്കൈ ബ്ലൂ ഒക്കെ ധരിക്കുന്നത് നല്ലതാണ്. ഭാഗ്യ നമ്പർ 8. വിളിച്ചതിൽ നന്ദി. 28-ാം തീയതി വെള്ളിയാഴ്ച തൃശ്ശൂർ ക്യാമ്പുണ്ട്. 31-ാം തീയതി കാസർഗോഡും, നവംബർ 1-ാം തീയതി കണ്ണൂരും, 4-ാം തീയതി കോഴിക്കോടും, 5-ാം തീയതി സുൽത്താൻ ബത്തേരി വയനാട് ക്യാമ്പുണ്ട്. 11-ാം തീയതി കോട്ടയത്താണ്. 12-ാം തീയതി 2-ാം ശനിയാഴ്ച കൊല്ലത്ത് ക്യാമ്പുണ്ട്. 18-ാം തീയതി ചേർത്തലയിലും 19-ാം തീയതി പത്തനംതിട്ടയിലും എല്ലാ ബുധനാഴ്ചയും എറണാകുളത്ത് ക്യാമ്പുണ്ട്. എന്നെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് KP വേണുഗോപാൽ ആചാരി, പ്രാക്ടിക്കൽ ന്യൂമറോളജി, 8086 1197 55 എന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത 8086 119755. ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നതിന് 9847 90 എന്ന നമ്പറിലേക്ക് വിളിക്കുക. 9847 90001 എന്ന നമ്പറിലേക്ക് വിളിക്കുക. നാമം എന്നത് വളരെ ജാഗരൂകമായിട്ട് വയ്ക്കാൻ കഴിഞ്ഞവർക്കാണ് ഈ ഭൂമുഖത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു കാലത്ത് പേരിനകത്ത് പേരിൽ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞരൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലമാണ്. പേരിന് പ്രാധാന്യമില്ലാത്തൊരു കാലമായിരുന്നു. കാരണം പേരിടുമ്പോൾ നമ്മൾ ഭഗവാന്റെയോ ഭഗവതിയുടെയോ ഒക്കെ പേരിട്ട് സംതൃപ്തമടയുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് അവസരങ്ങൾ നിറയെ ഉണ്ടായിരുന്നു, ജനം കുറവായിരുന്നു. ഇന്നാണെങ്കിൽ അവസരങ്ങൾ നിറയുണ്ട്, അതിലും കൂടുതൽ ജനങ്ങളും തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയിൽ നമുക്ക് എങ്ങനെയാണ് ഗുണകരമായ ഒരവസ്ഥ ഉണ്ടാവുന്നത്? നമ്മളുടെ നാമം അവരിന് ദുർമുഖമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് പോലും അവർ ക്ഷണിച്ചില്ല എന്ന് വരും. ഇൻ്റർവ്യൂ സക്സസ് ആയാൽ പോലും നമ്മളുടെ ചാർട്ട് നേരം വരുമ്പോൾ അത് ചിലപ്പോൾ ക്യാൻസലാക്കി എന്ന് വരും. ജീവിതം, തൊഴിലും ബിസിനസ്സും പലതരം തൊഴിലുകളും ഇന്ന് പൂർണ്ണമായിട്ടും ഒരു ഇന്ന തൊഴിൽ എന്നത് തന്നെ അല്ലാതെ അവനാന് തന്നെ സൈഡ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന അവസ്ഥകളും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരനോട് പറയുന്ന നാമം അവന് അസഹിഷ്ണുത തോന്നുന്ന വിധത്തിലുള്ള നാമമാണെങ്കിൽ നമ്മൾക്ക് മുറിവേൽക്കുകയോ അപകടം വരികയോ ചെയ്യുമെന്നത് ഒരു ഇന്ന് നിലനിൽക്കുന്ന ശാസ്ത്ര സത്യമാണ്. നിങ്ങളുടെ നാമം നന്നായി വയ്ക്കാനായിട്ട് ഇടവരട്ടെ. ഇന്ന് വിളിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇനി അടുത്ത ബുധനാഴ്ച ചന്ദ്രനെ പറ്റിയിട്ടുള്ള ദിവസം ആണ്. ചന്ദ്രൻ്റെ പൗരപ്രാമാണിത്വത്തെ പറ്റിയിട്ടും ചന്ദ്രനിൽ ജനിച്ചവർക്ക് എങ്ങനെയൊക്കെയാണെന്നതിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ് അടുത്ത ബുധനാഴ്ച രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള നേരത്ത്. അതുകൂടാതെ ആ പ്രോഗ്രാം കൂടാതെ യൂട്യൂബിലും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കാണാം. ഇന്ന് വിളിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അടുത്ത ശനിയാഴ്ച ദീപം തെളിയിക്കുന്ന ദിവസമാണെന്നും എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് ഗുഡ് നൈറ്റ്.